ഹായ്, നമുക്ക് എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു സവാള, 2 തക്കാളി, ഒരു 3 പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഒരു 4-5 വെണ്ടക്ക ഒന്ന് വറുത്തെടുക്കുക. വെണ്ടക്ക പച്ചയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു വഴുവഴുപ്പായി തരുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ നമ്മളെ സാമ്പാറിലേക്ക് പച്ചവെള്ളത്തിന് പകരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ അപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ വെണ്ടക്കൊക്കെ പായിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കുക്കർ തുറന്നിട്ട് അതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഈ തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർക്കുക. പിന്നെ നമ്മൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ എന്ത് കഷ്ണമാണോ ഉള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുമ്പളങ്ങ, ഒരു ഉരുളൻകിഴങ്ങ്, ഒരു കഷ്ണം മത്തങ്ങ, ഒരു ക്യാരറ്റ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നന്നായിട്ട് വിസിലടിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കണ്ട, 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക, പിന്നെ ഒരു 2 മുരിങ്ങക്കായ ഞാൻ തൊലി കളഞ്ഞ് വെച്ചത് അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു വിസിൽ വരെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഓഫ് ചെയ്തിടരുത്, അപ്പോൾ നല്ല വെന്ത് പോവുള്ളൂ. ഒരു വിസിൽ അടിച്ച ഉടനെ തന്നെ നമുക്ക് എയറൊക്കെ കളഞ്ഞിട്ടൊന്ന് തുറന്ന് കൊടുക്കുക. അതിന് ശേഷം നമ്മളൊരു ചെറിയൊരു പുളിങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കടുക് താളിക്കാൻ അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ അതിലേക്ക് കുറച്ച് കടുക്, ഉലുവ, ചെറിയ ജീരകം, 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് വേപ്പില എല്ലാം കൂടിയിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്കൊരു തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഒരു 2 ടീസ്പൂണ് സാമ്പാർ പൊടി, പിന്നെ ഒരു പാകത്തിന് കായംപൊടി അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ സാമ്പാറിൽ നിന്ന് കുറച്ച് കറി ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് തിളച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ റീഫൂസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികൾക്ക് റീഫൂസ് ചാനൽ ഫോളോ ചെയ്യുക.